അല്ലടല്ലോ ഇന്നലെ എവിടെ ഇരുന്ന് എന്നെ കണ്ടില്ലല്ലോ. ഇന്നലെ വല്യമ്മാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാ. നല്ല നേരം വഴിക്ക് വരാൻ. അത് ശരി, വല്യമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു. എന്നിട്ട് എന്താ അവിടെ തിരക്കായിരുന്നു? തിരക്കാ. അതിനിടക്ക് വല്യമ്മാക്ക് വിശക്കുണ്ട് പറഞ്ഞു. അത് ശരി, വല്യമ്മാക്ക് വിശക്കുണ്ട് പറയേ. ഡോക്ടർ കാണാട്ടി മുന്നേ അല്ലാണ്ട് എന്നിട്ട് വല്യമ്മാക്ക് എന്താ മേടിച്ചു കൊടുത്തപ്പോ? വല്യമ്മാക്ക് ചിക്കൻ മന്തിയും പിന്നെ ഷാർജാലേക്ക് ജ്യൂസും മേടിച്ചു കൊടുത്ത്. എന്നിട്ട് ഡോക്ടറെ കണ്ടാ? ഷുഗർ കൂടുതലാത്ര വല്യമ്മാക്കാ. എന്നിട്ട് എന്താ ഡോക്ടർ മരുന്ന് എഴുതിയാ? ഡോക്ടർ വല്യമ്മാനോട് പറഞ്ഞ് കാലത്ത് 2 ചപ്പാത്തി വൈകിട്ട് 2 ചപ്പാത്തി തിന്നാന്. അപ്പൊ എന്നാ വല്യമ്മാട് അങ്ങനെ പറഞ്ഞു കൊടുത്താളെ, കാലത്തും വൈകിട്ട് 2 ചപ്പാത്തി തിന്നോളാൻ പറയും. ഒരു വിഡിത്തരം പറ്റി. എന്ത് വിഡിത്തരം എനിക്ക് പറ്റിയേ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ 2 ചപ്പാത്തി വല്യമ്മാനോട് തിന്നാന്. അത് ഭക്ഷണത്തിന് മുന്നാണോ ശേഷമാണോ ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞു. ഇല്ലോ ഇതെന്താ തലമ്മേന്റെ തല കെട്ടിയാ? എന്റെ തലമ്മേ ഒരു അടയാളോ? ഇതെന്താ ഇവിടെ മുടിയില്ലാത്ത? അല്ലല്ല, ഫാസിൽക്കാരന്റെ ട്രിമ്മർ മൂർച്ചെണ്ണ നോക്കാൻ വേണ്ടിട്ട് വെച്ചാ. മൂർച്ചെണ്ണ നോക്കുമ്പോ അത് കംപ്ലൈന്റ് ഉണ്ടായിരുന്ന ട്രിമ്മറാ? വർക്ക് ചെയ്യണ നോക്കാൻ വേണ്ടിട്ടാ തലമ നോക്കിയാ. വർക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തതല്ലേ? നല്ല രസമുണ്ട് ഇപ്പൊ. അത് ആരെ കേടാ വർക്ക് ചെയ്യണ്ടല്ലോ. എടാ എന്നിട്ടിപ്പോ ഇത് മദ്രസയിൽ പോയിട്ട് ഉസ്താദ് കണ്ടില്ലേ? തൊപ്പിട്ടുണ്ടല്ലോ പോയി. ഇന്നലെ കണ്ടില്ല, ഇന്ന് കണ്ടില്ല. തൊപ്പി വരെ പറയാണ്ട്. ഉസ്താദ് കണ്ടാ? എന്നിട്ട് എന്താ ഉസ്താദ് പറഞ്ഞു? ഉസ്താദ് എന്താ പറഞ്ഞു? ചീത്ത പറഞ്ഞാ? ഉസ്താദ് പറഞ്ഞത് എന്താടാ ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞ് ഉണക്കത്തില് പാറ്റ മാന്തിയാന്ന്. പാറ്റ മാന്താ? ഈ എന്താ തെങ്ങ? ഉസ്താദ് പറഞ്ഞു ശ്രദ്ധിച്ചോ, ഉറങ്ങുമ്പോ തല മറിച്ച് ഉറങ്ങിക്കോ, അല്ലെങ്കിൽ മുടി പൂന്ന്. ഇപ്പം ശ്രദ്ധിച്ചോ, പാറ്റ ഒന്ന് മാന്തു, ബാക്കി പിന്നെ മുടിന്റെ വീഴോ. എന്താ ആലോചിക്കണ്? പോണില്ലേ? ഇന്ന് സ്കൂൾ വർക്കല്ലേ? സന്തോഷത്തിൽ കൂടെ പോയിക്കോ. ഇറങ്ങിപ്പോരെന്നാ വലത് കാലിച്ച് ഇറങ്ങിക്കോ. അത് ഇല്ലൊന്ന് സ്കൂളിൽ പോകട്ടാ. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇല്ലു സ്കൂളിൽ പോവാണ്. വലിയ സന്തോഷം ഒന്നും കാണാനില്ല. ആദ്യമായിട്ട് നമ്മള് സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് സ്കൂള്. നമ്മള് ക്ലാസ് കാണിച്ചാരാ. ക്ലാസ് ഇതാ. ക്ലാസ് അടിപൊളി ക്ലാസ്സാണ്. അടിപൊളി ക്ലാസ് ആണ്. ക്ലാസ് ഒക്കെ നമ്മള് മുന്നേ ഇവിടെ നിന്ന് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത്. ഇതാണ് എന്റെ കൂട്ടുകാരൻ മുറാദ്. അപ്പൊ നമ്മളെ ക്ലാസ് കളിതാ. കൂട്ടുകാരൻ മുറാദ്. ഇതാണ് നമ്മളെ ക്ലാസ്. ഇതാ പ്രൊജക്ടർ. ഇത് പിന്നെ ബോർഡ് കേട്ടാ. കണ്ടില്ലേ നമ്മളെ ബോർഡൊക്കെ ചീത്തായി. ഏതാണ് ബോർഡ്? ഇപ്പൊ എന്താ ഇവിടെ വിഷമിച്ചിരിക്കണ്? ഒന്നുമില്ലടാ, നാളെ ഇപ്പൊ റിസൾട്ട് വരിക. നാളെ റിസൾട്ട് ഒക്കെ ഇന്നു സ്കൂള് തുറന്ന്. നിങ്ങൾ ഏത് ലോകത്തത്? ആ റിസൾട്ട് അല്ല പൊട്ടാ, ഇന്ത്യയുടെ ഭാവി നിർണയിക്കണ റിസൾട്ട്. വോട്ട് ചെയ്തില്ലേ ഞങ്ങളെല്ലാരും കൂടി പോയിട്ട്? മനസ്സിലായി. അതിന്റെ റിസൾട്ട് നാളെ വരിക. അല്ലടാ, ഞങ്ങള് ജയിക്കൂലേ? എവിടെ മറ്റൊരു ജയിക്കും. അപ്പൊ ഞങ്ങള് ജയിക്കൂലെന്ന് ഏതൊരു ടീം ജയിക്കും, അത് ഉറപ്പാ. തോൽക്കുവോ? ചെലപ്പം ജയിക്കാൻ സാധ്യത ഉണ്ട്. ജയിക്കുമായിരിക്കും അല്ലേ? പറയാൻ പറ്റില്ല. ചെലപ്പം തോൽക്കും. അപ്പൊ ജയിക്കൂല? ജയിക്കുകയും ചെലപ്പം തോൽക്കും. അല്ലടാ, ഞങ്ങള് ജയിക്കൂലെന്നപ്പോ ഈ പറയണേ? നിങ്ങൾ ജയിക്കും. അപ്പൊ നേരത്തെ തോൽക്കും പറഞ്ഞല്ലോ. ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടാ. ഇതെങ്ങനെയൊക്കെ അറിയാ? വോട്ട് ചെയ്ത് പോണ ശൈലിയാ. അതിന്റെ റിസൾട്ട് അറിയാ. അത് പെട്ടിയിലെടുക്കല്ലേ വോട്ട് ചെയ്തൊക്കെ. ഇത്ര ദിവസം കാത്തിരുന്നല്ലോ, ഒരു ദിവസം കൂടി അല്ലേ അങ്ങോട്ട് കാത്തിരുന്നു.